ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് മെക്കാനിക്കൽ ക്രോക്കി 8 ഹെഡിൻ്റെ ഫ്ലഷ് ഔട്ടാണ്. ഓൾറെഡി വരച്ചൊരു ചിത്രമാണിത്. ഇതിൻ്റെയാണ് നമ്മൾ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് താടി വരയ്ക്കാം. ഈ ലൈൻ്റെ തൊട്ട് താഴെ ഒരു ചെറിയ ഡോട്ട് കൊടുക്കുക. അവിടെ നിന്ന് ബോക്സിൻ്റെ 4 വശത്തോട്ടും ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കണ്ടോ. ഇനി അടുത്ത് നമ്മൾ കഴുത്തിൻ്റെ ഭാഗമാണ് ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. കഴുത്തിൻ്റെ ഈ വശങ്ങളും ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കർവ് ചെയ്യുക. ഈ ഒരു ഭാഗം മാത്രം, ബാക്കി നേരെ ആയിരിക്കണം. ഈ ഒരു ഭാഗം മാത്രം കർവ് ചെയ്യുക. അടുത്ത ഷോൾഡർ, 2 വശത്തെയും ഷോൾഡർ ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക. അടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്ന കൈയാണ്. നമ്മൾ ഈ വരച്ച വരയുടെ തൊട്ട് മുകളിലായിട്ട് വേണം വരയ്ക്കാൻ. തൊട്ടൊന്ന് അകത്തി വരയ്ക്കണം. അതായത് കൈയുടെ ആ ഭാഗത്ത് ഇത്തിരി വീതി ഉണ്ടായിരിക്കും. കൈക്ക് താഴോട്ട് വരുമ്പോൾ വീതി കുറഞ്ഞിരിക്കും. ഈ ഭാഗത്ത് വീതി കുറവായിരിക്കും. അതുപോലെ തന്നെ തള്ളവിരൽ കാണാവുന്ന രീതിയിൽ ചൂണ്ടുവിരൽ താഴോട്ടാക്കി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ പിക്ചർ വരയ്ക്കുന്നത്. കണ്ടോ, ഇതുപോലെ തന്നെ അടുത്ത കൈയും വരച്ചു കൊടുക്കണം. കൈയുടെ ഈ ഭാഗത്ത് കുറച്ചൊന്ന് വീതി കൂട്ടണം. ഒരുപാട് കൂട്ടാൻ പാടില്ല. വരയുടെ തൊട്ട് വെളിയിലായിട്ടൊന്ന് വരയ്ക്കണം, അത്രയേ ഉള്ളൂ. താഴോട്ട് വരുന്തോറും ഈ കൈയുടെ ഈ ഭാഗത്തൊരു കുറച്ച് വണ്ണം ഉണ്ടാവും. വണ്ണിച്ച് താഴോട്ട് വരുന്തോറും തീരെ കുറഞ്ഞാണ് വരേണ്ടത്. ഈ ഭാഗത്തെ വണ്ണം കണ്ടോ. പിന്നെ താഴോട്ട് ചൂണ്ടുവിരൽ വരച്ച് തള്ളവിരൽ വരച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വരച്ചു കൊടുക്കാൻ പോകുന്നത് വേസ്റ്റിൻ്റെ ഭാഗമാണ്. അവിടെ ഒന്ന് മായ്ച്ചിട്ട് അവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കർവ് ചെയ്ത് ലൈറ്റായിട്ട് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക. അടുത്ത ഹിപ്പാണ്. ഹിപ്പിൻ്റെ ജോയിൻറ്റ്സ് ഇതുപോലെ ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇനി നമ്മുടെ മുട്ടിൻ്റെ ഭാഗം വരുന്നത് 5-6 ലൈൻസിൻ്റെ ഇടയിലാണ് മുട്ടിൻ്റെ ഭാഗം വരുന്നത്. കണ്ടോ, ഈ ഭാഗത്തിൻ്റെ സെൻട്രലായിട്ട് നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് അകത്തോട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക, 2 വശം. ഇനി നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ലൈൻ അങ്ങ് മായ്ച്ചു കളയണം. ഇനി നമുക്ക് കർവ് ചെയ്ത ലൈൻ മതി. കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. ഇനി കാലിൻ്റെ കുഴയുടെ ഭാഗം വരുന്നത് അവിടെ നിന്ന് ചെറുതായിട്ട് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കുക, 2 സൈഡും. ആ കുഴയുടെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്ത് കൊടുക്കുക. ഇതിനെ അതുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുക. വരച്ചല്ലോ. ഇനി നമ്മൾ നഖങ്ങളാണ്. തള്ളവിരലോട്ട് ചെറിയ വിരൽ വരെ മേളിലോട്ടാക്കി വരയ്ക്കുക. എന്നിട്ട് ഇതുമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ. ആദ്യം തള്ളവിരൽ വരയ്ക്കുക, പിന്നെ ചെറിയ വിരൽ മുകളിലോട്ടാക്കി വരയ്ക്കുക. എന്നിട്ട് ഈ കർവായിട്ട് ജോയിൻ ചെയ്യുക. അവിടുന്ന് സ്ട്രെയിറ്റ് ഇങ്ങോട്ട് പോരുക. അത് കഴിഞ്ഞ് ഹിപ്പിലോട്ട് അതിനെ യോജിപ്പിക്കുക. ഇനി ചെയ്യേണ്ടത് 4ൻ്റെ സെൻട്രൽ ലൈൻ എടുക്കുക. ആ വരയിൽ നിന്ന് താഴോട്ട് ഇതുപോലെ ഇങ്ങനെ നീട്ടി വരച്ചു കൊടുക്കുക. എയ്റ്റ് ഹെഡ് ഫ്ലഷ് ഔട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കും ഇതുപോലെ വരച്ചു നോക്കാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട തിയറികൾ നോക്കാം. മനുഷ്യ ശരീരത്തെ ചിത്രീകരിക്കുന്നതിനുള്ള സൗകര്യത്തിനായി ഉയരത്തെ 8 ഭാഗിക്കുന്നതിന് പറയുന്ന പേര് 8 ഹെഡ് തിയറി.